ഞാൻ ഡോഷി ഇവിടുത്തെ സിനിമാറ്റോഗ്രഫി സ്റ്റുഡൻ്റ് ആയിരുന്നു. സിനിമാറ്റോഗ്രഫി എവിടെ പഠിക്കും എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ഞാൻ കണ്ടെത്തിയ ഉത്തരവായിരുന്നു വെസ്റ്റ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി. ഇവിടെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണോ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് അതേപോലെയാണ്. നമ്മുടെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആക്കിയിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ഒരു ഫസ്റ്റ് 3 months ഫ്രെയിമിംഗ് ആൻഡ് കോമ്പോസിഷനിൽ ഫോക്കസ് ചെയ്ത് ഇതൊരു പ്രൊജക്റ്റ് ചെയ്യിപ്പിച്ച് അത് നമ്മളുടെ ഇവിടുത്തെ തിയേറ്ററിൽ ഇവാലുവേറ്റ് ചെയ്ത്, അതായത് അതിൻ്റെ എഡിറ്റിങ്ങിൽ പോരായ്മ, അതിൻ്റെ സിനിമാറ്റോഗ്രഫിയിലെ പോരായ്മ, ഡയറക്ഷൻ സ്കില്ല്, ഇതെല്ലാം ഓരോ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് ആ ഒരു പാർട്ട് തറോ ആക്കിയിട്ടാണ് അടുത്തൊരു പാർട്ടിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, അരി റെഡ് പോലെയുള്ള എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, ക്രെയിൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ആ ഷോട്ടിന് വരുന്ന മാറ്റം, എങ്ങനെ ഒരു ഡൈനാമിക് ഷോട്ട് നമുക്കത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം, മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം ഞാൻ പഠിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു 4 movies അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു മൈൽ സ്റ്റോൺ പറയുകയാണെങ്കിൽ കാതൽ ദിക്കോറിൽ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഒരു സിനിമാറ്റോഗ്രാഫറാണ് ഞാനെങ്കിലും എനിക്കിവിടെയുള്ള എഡിറ്റിങ്ങും ഗ്രേഡിങ്ങും ഡയറക്ഷനും സൗണ്ടും ഇതിൻ്റെ എല്ലാം ഒരു ഫൗണ്ടേഷൻ എനിക്ക് കിട്ടിയിട്ടാണ് ഒരു മൾട്ടി ടാലൻറ്റഡ് ഫിലിം മേക്കറായിട്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയത്. അപ്പോൾ ഒരു മൾട്ടി ടാലൻറ്റഡ് ഫിലിം മേക്കർ ആയിട്ട് പുറത്തിറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് വിഫ്റ്റ്.